ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമ്മൂസ് പൊടിക്കൈ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഇതിൽ മുട്ടയോ മൈദയോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇത് മധുരം ഇട്ടിട്ടും ഉപ്പിട്ടിട്ടും നമുക്കുണ്ടാകുന്ന രീതി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 കപ്പ് റവയാണ്. അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരുകിയതെടുത്തിട്ടുണ്ട്. അതുകൂടാതെ 4 ടേബിൾ സ്പൂണോളം ഷുഗർ, ഒരു 3 ഏലക്ക, ഇത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫുൾ ഫാറ്റ് മിൽക്കാണിത്. ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, അതുപോലെ ഒരു 4 ഡ്രോപ്പ് എസൻസ്, വനില എസൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന റവ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ തേങ്ങയും ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗറും ആഡ് ചെയ്യാം. ഈ എടുത്ത് വെച്ചിരുന്ന ഏലക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാൽ കൂടി ഇതിനകത്ത് ഒഴിച്ച് ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇത് ഞാനൊന്ന് അരച്ചു കൊണ്ടുവരട്ടെ. ഇതിപ്പം നന്നായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബൗളിലോട്ട് പകർന്നെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 4 ഡ്രോപ്പോളം എസൻസ്, വനില എസൻസാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചൊരു 10 മിനിറ്റത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇതിപ്പം ഞാൻ മധുരം ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിന് പകരം നമുക്ക് ഉപ്പ് ചേർത്ത് ഉണ്ടാക്കാം. അതിനായിട്ട് അരയ്ക്കുമ്പോൾ ഒരു ശകലം ജീരകവും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 കൊച്ചുള്ളിയും കൂടെ അരച്ച് ചേർത്തിട്ട് ഉപ്പ് ചേർത്ത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിനകത്ത് മുട്ടയോ അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ, ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് വ്രത ദിവസങ്ങളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിതിപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണേ. ഇതിപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് ടൈം ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. അതുകൊണ്ട് ഇതൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാൻ ഒന്ന് ചൂടാക്കി നമുക്ക് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. ഇവിടെ ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ശകലം നെയ്യൊന്ന് നമുക്കൊന്ന് തടവി കൊടുക്കാം. ഇനി കുറേശ്ശെ നമുക്ക് കോരി ഒഴിച്ച് ചുട്ടെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു സൈഡായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതുപോലെ തന്നെ മൈദയും മുട്ടയും ഒക്കെ ചേർത്ത് പഞ്ചസാരയും പാലും ഒക്കെ ചേർത്ത് നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ വേറൊരു രീതിയാണ്. ഇതിൽ മുട്ടയൊന്നും ഉപയോഗിക്കുന്നില്ല. മൈദയ്ക്ക് പകരം നമ്മൾ റവയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.
ഇതിപ്പോൾ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പകർന്നെടുക്കാം. ഇതുപോലെ ബാക്കി വരുന്നതും നമുക്ക് ചുട്ടെടുക്കാം. രണ്ടാമത്തതും നമുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 3 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. ഇതിനകത്ത് തേങ്ങയും റവയും ആ എസൻസിൻ്റെ മണവും പാലും എല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. ഇത് ഉപ്പിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിലും പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. നല്ലൊരു ടേസ്റ്റായിട്ടുള്ള, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുതേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അളന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതേ. താങ്ക്